ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. മുഖ്യമന്ത്രി എന്തെങ്കിലും പത്രക്കാരെ കാണാറില്ല, സംസാരിക്കാറില്ല. ഇപ്പൊ അദ്ദേഹം കരുതി തന്ന അവസരം നിങ്ങൾ വിനിയോഗിക്കുക. ഇത് ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണമാണോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടോ? SIT അറിയിച്ചതുകൊണ്ടാണ്? അല്ല, SIT എന്റെ തെളിവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നോട് പറഞ്ഞ ആള് SIT മുമ്പിൽ പോയി പറയാൻ തയ്യാറാണ്. അപ്പോൾ അത് അദ്ദേഹം അവിടെ അവരോട് പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഈ വിവരം പറഞ്ഞ സാഹചര്യത്തിൽ എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അത് SIT പറയാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ട് ഞാൻ മാധ്യമങ്ങളോട് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളോട് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ SIT മുമ്പിൽ അദ്ദേഹം പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ SIT മുമ്പിൽ വരട്ടെ, ഈ കാര്യം ചർച്ച ചെയ്യട്ടെ, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആള് തന്നെയാണോ? നമുക്ക് വിശ്വാസയോഗ്യമാകുന്ന ഒരു മൊഴിയായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? എനിക്ക് അദ്ദേഹത്തോട് ഇഷ്യൂസിൽ എനിക്ക് അദ്ദേഹം തന്ന വിവരങ്ങൾ ശരിയായി. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ തെളിവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാര്യം പറയാത്തത്. പക്ഷെ SIT അന്വേഷിക്കട്ടെ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വെച്ച് അന്വേഷിക്കട്ടെ. അല്ല, രാഷ്ട്രീയക്കാരനല്ല. പറയാം. ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് 500 കോടി എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര വലിയൊരു തട്ടിപ്പാണ്. അതെ, ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞല്ലോ, സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ നൊട്ടോറിയസ് ആന്റി സ്മഗ്ലർ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്ന കോടതി തന്നെ പറഞ്ഞു. അപ്പൊ ഇതിന് വലിയ അതാ ഞാൻ പറഞ്ഞത്, ഇതിന് വലിയ മാനമുണ്ട്. ഇത് ഉന്നതങ്ങളിൽ അറിഞ്ഞു നടന്ന വലിയൊരു തട്ടിപ്പാണ്. വേറൊരു സ്വർണ്ണമാണെന്ന് അടിച്ചുകൊണ്ട് പോയെന്നുള്ളതല്ല, അതിനപ്പുറം ഇതിന് മാനമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പത്മകുമാറിനെ ഉൾപ്പെടെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി CPM സ്വീകരിക്കാത്തത്? CPM സ്വീകരിക്കാത്തതിന്റെ കാരണം അത് പത്മകുമാർ പലതും തുറന്നു പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അവരുടെ പേര് നടപടി സ്വീകരിക്കണ്ടേ? അദ്ദേഹം വ്യവസായി ആണെന്നാണോ പറഞ്ഞ ആള്? വ്യവസായിയാണോ? ഈ രാജ്യാന്തര മാനമുള്ളപ്പം സിറ്റിനുപരി ഒരു അന്വേഷണ സംഘം വേണ്ടേ? അല്ലല്ല, അത് SIT അന്വേഷിക്കട്ടെ. പിന്നെ തുടർന്ന് വേണേൽ കോടതിയിൽ നമുക്ക് ബോധ്യപ്പെടുത്താമല്ലോ. കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അന്വേഷണത്തിൽ ഇതെല്ലാം വരട്ടെ. അന്തർദേശീയ സ്മഗ്ലിംഗ് നടത്തുന്ന പറയുമ്പോഴേ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമല്ലേ? കേരളത്തിലെ ഏജൻസികൾക്ക് മാത്രം അന്വേഷിക്കുന്ന പരിധിയൊക്കെ ഉണ്ടാവില്ലേ? അല്ല, അത് അതിന്റെ വിവരങ്ങൾ കൂടി ശേഖരിച്ചിട്ടെല്ലാം ചെയ്യാൻ പറ്റും, ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ റമിഫിക്കേഷൻ ഉണ്ട് എന്ന് SITക്ക് ബോധ്യപ്പെട്ടാൽ SIT മേ റെഫർ ഇറ്റ് ടു എ സെൻട്രൽ ഏജൻസി. അങ്ങനെ വരാം. അങ്ങനെയാണ് കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയാണ്. ഞാൻ വളരെ ഇത് കേട്ടപ്പോൾ വളരെയധികം ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വലിയ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഇയാൾ പറയുന്നത് കേട്ടപ്പോൾ അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നി. ദേവസ്വം മന്ത്രി പറയുന്നത് അദ്ദേഹം ചുമതല എടുക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നത് തെറ്റാണെന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തെ ഇതിനകത്ത് വാസവനും പങ്കുണ്ട്, കടകംപള്ളി സുരേന്ദ്രനും പങ്കുണ്ട്. ഇവരുടെ പങ്കിലൊന്നും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാസവന്റെ രാജി ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അടുത്ത അധ്യായമായി കാണുന്നുണ്ട് കോൺഗ്രസ്. അതിൽ നടപടിയെടുത്ത ഇനിയും ചർച്ച വേണ്ട എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ്. അല്ല, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായമാണ്. ഇനി അതിനെപ്പറ്റി ഫർദറായിട്ടുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ അത് പിടിക്കോ പിടിക്കാതിരിക്കോ അവരുടെ പോലീസിന്റെ ജോലിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ നിന്ന് കൊടുത്താൽ കഴിഞ്ഞപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ആവശ്യമില്ല. ബാംഗ്ലൂരിലാണ് ഒഴിവിൽ കഴിയുന്നുള്ള വിവരമാണ് പുറത്തെടുത്ത മാധ്യമങ്ങൾ. അതിനവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അതുപോലെ തന്നെ കോൺഗ്രസ് മന്ത്രിമാരും വ്യവസായികളൊക്കെ സഹായിക്കുന്നു. അതിനും പോലീസ് കണ്ടെത്തട്ടെ. അപ്പൊ ആരാ സഹായിച്ചതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ. പോലീസ് പലപ്പോഴും വഹിക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ തോന്നലുള്ളവരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോഴും ഈ നടപടിയെടുക്കാൻ വൈകിയ രാഷ്ട്രീയമുണ്ട്.
അങ്ങടക്കം ആവശ്യപ്പെട്ടിരുന്നു, തുടക്കമുതൽ നടപടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെ ഈ നടപടി വരുന്നത് 2/25 മുൻകൂർ ജാമ്യം ഇല്ല എന്ന് പറയുന്നു. 2/26 ഈ നടപടി വരുന്നത്. ഒരു വൈകൽ അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലേ? 5-8 വർഷമായിട്ട് MLA-മാരായിരിക്കുന്നുണ്ട്, അവരുടെ പേര് നടപടിയില്ല, അത് വൈകിട്ടില്ല അല്ലേ? അതിപ്പോഴും അവരുടെ പാർലമെന്റ് സീറ്റിലൂടെ കൊടുക്കുക പാരിതോഷികമായിട്ട്, അതിനാർക്കും വൈകലില്ലേ? മണിക്കൂറുകൾ വൈകാൻ ഇവിടെ പ്രശ്നമാണ്. ഈ ഷഹനാസിനെ കോഴിക്കോട് ഈ സാംസ്കാരിക വേദിയുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആൽബാമുക്കെതിരെ ഷാഫി പറഞ്ഞതിന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായത്. അത് തിരിച്ചു എടുത്തു അല്ല, അത് ശരിയായ നടപടിയാണോ? പുറത്താക്കി എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഉടനെ തന്നെ അത് പുറത്താക്കിയാൽ തിരിച്ചെടുത്തില്ലേ? പിന്നത്തെ പ്രശ്നം അവര് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ രാഹുലിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഷാഫിക്കും അതുപോലെ തന്നെ നേതൃത്വത്തിനും പലതവണ നൽകിയതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പാലക്കാട് MLA ഒക്കെ ആക്കിയത്? എന്തെങ്കിലും നേതാക്കന്മാരെ രാഹുൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ആ ഇഷ്യൂ ഞങ്ങളെ സമയത്ത് ഒരു ക്ലോസ് ചാപ്റ്ററാണ്. ഇപ്പൊ നമ്മുടെ പാർട്ടി ഇല്ലാത്ത ഒരാളിനെ പറ്റി നമ്മളെന്തിനാ ചർച്ച ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം പാലക്കാട് ഞങ്ങളെതിരെ കയ്യാങ്കളി ഒരു കയ്യാങ്കളി രാഹുലിനെതിരെ അയ്യേ അത് സംഭവിച്ചെന്താന്ന് വെച്ചാല്, നമ്മളെ ഒരു ഗ്രാമത്തിന് പുത്തന്നൂർ എന്ന് പറഞ്ഞൊരു, അവിടെ ഞാൻ ചെന്നപ്പോൾ എല്ലാ മീഡിയ ഉണ്ട്. അപ്പൊ അവരെന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നു ഓരോന്ന് പറയുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ അവിടെ പ്രവർത്തകര വലിയ, കാരണം എന്നോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, അവർക്കറിയില്ലല്ലോ ഗ്രാമങ്ങളിലെ എന്നോട് ഇങ്ങനെ ഭയങ്കര എന്താണ് ചൂടായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ല, നമുക്കറിയാമല്ലോ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്. ഞാൻ സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രവർത്തകർക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ശബരിമല ചോദിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് കോളായി. ഞാൻ അവരെ സമ്മാനിപ്പിച്ചു വിട്ടു. അല്ല, അവര് വേറെ ആയിരുന്നു. വിനയ് വിശ്വം ഇവിടെ മീറ്റ് ദി ബസ്സിൽ പറഞ്ഞത് അത് കോൺഗ്രസ് മാഫിയകൾ ശക്തിപ്പെടുന്നു എന്നതിനുള്ള തെളിവാണ്. ഗുണ്ടാ മാഫിയകൾ ശക്തിപ്പെടുന്ന തെളിവാണ്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ ഉണ്ടായ ആ ബഹളം. വിനയ് വിശ്വം പുള്ളി അറിയാതെ പറഞ്ഞത് അങ്ങനെ സംഭവമില്ല. അതേ ഇത് കണ്ടുവന്നിട്ട് പറഞ്ഞത്. അവിടെ ഇതാണ് സംഭവിച്ചത്. സ്വാഭാവികമായിട്ട് എന്നോട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന വേണ്ടി സംസാരിക്കുമ്പോൾ പ്രവർത്തകർ കഴിക്കുന്ന അവർക്ക് അറിയാത്തത് കൊണ്ട് അവരിങ്ങനെ, നിങ്ങളെന്താ ശബരിമല ചോദിക്കാത്തത്, നിങ്ങളെന്താ സ്വർണ്ണക്കള്ളക്കടത്ത് ചോദിക്കാത്തത്, ഇതൊക്കെ അവർ തിരിച്ചു പ്രവർത്തകരിങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇങ്ങനെ പ്രസ് ക്ലബിലല്ലല്ലോ സംസാരം. അങ്ങനെ ഉണ്ടായത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ആദ്യമേ നല്ല നിലപാടാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ ഒരുപാട് നല്ല സൈബർ അറ്റാക്ക് നടത്തുകയും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞല്ലോ, ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്റർ പോയല്ലോ, ആ അധ്യായം അവസാനിച്ചില്ല. ഓൺപിട്ടാസിന്റെ കാര്യത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ ന്യായം MP-മാർ കേന്ദ്രവുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അതുപോലുള്ള ഒരു ഇടപെടൽ മാത്രമാണ് ഈ BMC-യിൽ ജോൺ ബ്രിട്ടാസ് ഇടപെട്ടതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. നാടിന്റെ ആവശ്യങ്ങൾക്കായി എല്ലാ MP-മാരും ഇങ്ങനെ പ്രവർത്തിക്കാറുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് എറണാകുളത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വ്യത്യാസമുണ്ട്. MP-മാർ പാർലമെന്റിൽ ഇടപെടുകയും അല്ലെങ്കിൽ അവര് ഏതെങ്കിലും കേരളത്തിന്റെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റില്ല. പക്ഷേ മന്ത്രി പറഞ്ഞത് എന്താ, BMC പദ്ധതിയിൽ ബഹുമാനപ്പെട്ട ഒരു പാർലമെന്റ് അംഗം ജോൺ ബ്രിട്ടാസ് പാലമായി പ്രവർത്തിക്കുന്നതും ഇടപെടലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പുള്ളി ഒരു ദല്ലാളായിട്ട് പ്രവർത്തിച്ചു. മലയാളത്തിൽ പറഞ്ഞാൽ ദല്ലാളാണ്. BJP-യുടെയും CPM-നും തമ്മിലുള്ള ഇടപാടുകളുടെ ദല്ലാളാണ് ജോൺ ബ്രിട്ടാസ്. അതാണ് സത്യം. അല്ലാണ്ട് ഇപ്പൊ പാർലമെന്റ് മെമ്പർമാർ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരെ ഞങ്ങൾ കൂട്ടായി പണ്ട് കാണാറുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്, ഒറ്റയ്ക്കും കാണാറുണ്ട്. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആവിയായി പോയതും എക്സാലോജിക്കിന്റെ കേസ് ആവിയായി പോയതും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നിരവധി ED പെറ്റീഷൻസ് ഒക്കെ ആവിയായി പോകുന്നതുമൊക്കെ ഈ ഇടപാട് കൊണ്ടാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ന്യായീകരിക്കുന്നത്. വേറെ എത്ര MP-മാരുണ്ടല്ലോ കേരളത്തിൽ നിന്ന്. ഇത് മുഖ്യമന്ത്രി ഞാൻ ആ ബിനോയ് വിശ്വത്തെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. കേരളത്തിന് നൽകാനുള്ള 1000 കോടി 1000 കോടി SSA അനുവദിക്കുന്നതിന് ജോൺ ബ്രിട്ടാസ് ഇടപെടേണ്ടേ? പിന്നെ ജോൺ ബ്രിട്ടാസ് ഇതിനു വേണ്ടി മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. UDF MP-മാർ ഇടപെടുന്നില്ല.
എല്ലാവരും ഇടപെടും. ഗവൺമെന്റ് ഇടപെടുന്നതിന് ഒരു തെറ്റുമില്ല, എം പിമാർ ഇടപെടുന്നതിന് തെറ്റില്ല. പക്ഷെ ഇവിടെ എം പിമാർ അങ്ങനല്ല. അദ്ദേഹം മന്ത്രി പറഞ്ഞ എന്താ, അദ്ദേഹം ഒരു പാലമായി പ്രവർത്തിക്കുന്നതാണ്. NEP നടപ്പാക്കാൻ വേണ്ടി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പാലമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. NEP പാർട്ടി എതിർക്കുന്നുണ്ട്, ഇന്ത്യ മുന്നണി എതിർക്കുന്നുണ്ട്, എല്ലാവരും എതിർക്കുന്നുണ്ട്. അങ്ങനെ എതിർക്കുന്ന സാഹചര്യത്തിൽ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഒരു രാജ്യസഭാ മെമ്പർ ഒരു പാലമായിട്ട് ഇതിനു വേണ്ടി PM ശ്രീ പദ്ധതിക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്നത് എന്താണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അവിടെയാണ് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര വ്യക്തമാണ്. ഇവിടെ പ്രേമചന്ദ്രൻ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രേമചന്ദ്രനെ പാർലമെന്റ് പ്രധാനമന്ത്രി വിളിച്ചതിന് ഇവിടെ എന്തൊരു പുകിലായിരുന്നു. പണ്ട് സിറ്റിൽ ബേബി ജോൺ ലേബർ മിനിസ്റ്റർ ആയിരുന്നപ്പം അദ്ദേഹം ഗുജറാത്ത് സന്ദർശിച്ചു, അവിടുത്തെ മന്ത്രിയെ കണ്ടു, എന്തൊരു ബഹളമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത് BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാരയാണ്. അതിന്റെ വ്യക്തമായ തെളിവാണ് മന്ത്രി രാജ്യസഭയിൽ ഈ പ്രസ്താവന നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കോൺഗ്രസ് ഒരു ബന്ധമില്ല. ഈരാറ്റുപേട്ട നഗരസഭയിൽ വെൽഫെയർ പാർട്ടിയുടെ 2 സ്ഥാനാർത്ഥികളെ UDF മുന്നണിയിലാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തുകളുടെ ലോക്കലായിട്ടുള്ള എന്തെങ്കിലും ആരെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയാൽ വ്യക്തികളുമായിട്ടുണ്ടാകും, സാമൂഹ്യ സംഘടനകളുമായിട്ടുണ്ടാകും, അതൊക്കെ ഉണ്ടാകും. പക്ഷെ അത് മുന്നണിയുടെ ഭാഗമൊന്നുമല്ല. പണ്ട് ഇടതുപക്ഷമായിട്ടായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും. ഞങ്ങൾ അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല.